ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ദാ 6 മണിയായപ്പോഴത്തേക്ക് എണീറ്റ് കേട്ടാ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന എല്ലാം നേരത്തെ ഒതുക്കിയിട്ട് 10 മണിയാകുമ്പോൾ പോവാം. അപ്പോഴത്തേക്ക് എനിക്കൊരു 12-1 മണിയാകുമ്പോൾ തിരിച്ച് വരാമല്ലോ എന്നൊക്കെ വിചാരിച്ച് എല്ലാവരും പ്രതീക്ഷയാണല്ലോ. ചിലപ്പോൾ ആ സമയത്ത് വരാൻ പറ്റിയില്ലായിരിക്കും. എങ്കിൽ പോലും നേരത്തെ പോകാമെന്ന് വിചാരിച്ചിട്ട് എണീറ്റ് നോക്കിയപ്പോഴത്തേക്ക് നല്ല മൊട്ട മഴയാണ് കേട്ടാ മുറ്റത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു മഴ തോരട്ടെ എന്ന് വിചാരിച്ച് ഒരു 6:30 വരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് നോക്കിയപ്പോൾ മഴ കുറച്ച് കുറഞ്ഞ് വരുന്നുണ്ട്. എങ്കിൽ പിന്നെ അത് അവിടെ കിടന്ന് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ റൈസ് കുക്കറിലോട്ട് ഒരു ഗ്ലാസ് അരി എടുത്ത് അടുപ്പത്തോട്ട് ഇടാമെന്ന് വിചാരിച്ചേട്ടാ. കാരണം ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ചോറ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചോറ് വെക്കുന്ന കാര്യം വിട്ടുപോകും. പിന്നെ വിട്ടുപോയിട്ട് തിരിച്ച് ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് വിശന്നിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒരു കുഞ്ഞ് ഗ്ലാസ്സിൽ അരി എടുത്ത് അടുപ്പത്തോട്ട് ഇടാമെന്ന് കേട്ടാ. ഇത് വെച്ചാൽ പിന്നെ റൈസ് കുക്കറിൽ ഇരുന്നങ്ങ് വെന്തോളും. പിന്നെ ഇത്ര അരിയുടെ ആവശ്യമുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ആമി ഇപ്പോൾ ചോറ് കഴിക്കാത്ത നിരന്തരമാണ് സത്യാഗ്രഹത്തിൻ്റെ അവസ്ഥയിലാണ്. കാരണം ആമിയുടെ ഒരു പല്ലിങ്ങനെ ഇളവാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. ഒന്നേ അത് അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് പോകണം. രണ്ടും കെട്ട പരുവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ആമിക്കൊന്നും കഴിക്കാനും എടുക്കാനും ഒന്നും വയ്യ. ഞാൻ കാല് പിടിച്ച് പറഞ്ഞാലും ആമി വാതുറക്കത്തില്ല. അപ്പോൾ ആമിക്ക് ജ്യൂസ് പരുവത്തിൽ എന്തെങ്കിലുമൊക്കെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇന്നലെ ഓട്സ് കാച്ചി കൊടുത്ത് അതിൽ നിന്ന് 2 സ്പൂൺ മാത്രമേ കുടിച്ചോളൂ കേട്ടോ. എന്നിട്ട് രാത്രിയായപ്പോൾ ഉറക്കത്തിൽ കിടന്ന് വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡ് കൊടുക്കാൻ വിളിച്ചിട്ടാണെങ്കിൽ ഈ പല്ല് വയ്യാത്ത കാരണം അവളൊന്നും കഴിക്കുന്നുമില്ല. എന്നാൽ ആ പല്ല് ഇളകി പോകും, അതുമില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ആമി. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ കുറച്ചരി ഇട്ടാൽ മതിയെന്ന് കേട്ടോ. അപ്പോൾ അതാ ഈ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഉള്ളി അരിയാണ്. പെട്ടെന്ന് ഉള്ളി പൊളിച്ചരിയാണ് കേട്ടോ. കാരണം കപ്പ കിട്ടിയിട്ടില്ല. ഇന്നലെ കപ്പ വാങ്ങിക്കാൻ വേണ്ടി കടകളിലെല്ലാം കയറി ഇറങ്ങി. നമ്മൾ ആവശ്യത്തിന് ചെല്ലുമ്പോൾ എങ്ങും കാണത്തില്ലല്ലോ. പിന്നെ ഉണ്ടായിരുന്ന കടകളിലൊന്നും പച്ചക്കറി കടകളിലൊക്കെ കിടക്കുന്ന കപ്പയെന്ന് പറഞ്ഞാൽ വേവത്തില്ല എന്ന് അവർ ഇങ്ങോട്ടേ പറഞ്ഞു. 2 വെള്ളം ഊറ്റണം, വേവാനുള്ള സാധ്യത കുറവാണ്, ഇടിക്കണം പൊടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള 2 വെള്ളം ഊറ്റി ഇടിക്കാനും പൊടിക്കാനും ഒക്കെ ഉള്ളൊരു ക്ഷമയില്ല. എന്നിട്ടും എന്തില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തോന്നലായിട്ട് ഞാനത് വാങ്ങിയില്ല. അപ്പോൾ ഇന്ന് കാലത്തെ ഒരു 8 മണിയായപ്പോഴത്തേക്ക് ചച്ചുവിനെ പറഞ്ഞ് റോഡിലോട്ട് വിട്ടിട്ടുണ്ട്. പോയി എവിടെന്നെങ്കിലും കപ്പ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു. 1-2 സ്ഥലം പറഞ്ഞു കൊടുത്ത് അവിടെ പോയി നോക്കാൻ പറഞ്ഞ് അവനെ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. അങ്ങനെ സവോള പൊളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി മുതൽ നല്ല കപ്പ ഈ വയലിക്കപ്പയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് 2-3 ദിവസത്തേക്ക് ഒരുമിച്ച് വാങ്ങിച്ചങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ സവോളയൊക്കെ പൊളിച്ച് കഴിഞ്ഞ് അരിയൊക്കെ എടുത്ത് റൈസ് കുക്കറിൽ വെച്ചിട്ട് ചിക്കൻ ഉണ്ടായിരുന്നേ. ചിക്കൻ ഇന്നലെ ഒരു 5 കിലോ ചിക്കൻ കോഴിയാണ് തൂക്കിയത്. പക്ഷേ വാങ്ങിച്ച് എടുത്ത് വന്നപ്പോഴത്തേക്ക് അത് 4-4-നകത്തേ ഉള്ളൂ കേട്ടോ. കാരണം 100-200 കോഴിയാണ് വാങ്ങിയത്. അതിൻ്റെ വേസ്റ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കൻ കൊണ്ടുവന്ന് കഴുകാൻ വേണ്ടി വെള്ളത്തിലൊത്തോട്ട് തണുപ്പ് കൊണ്ടേ അങ്ങനെ മുക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം റൈസ് കുക്കറിൽ അരി തിളപ്പിച്ച് വെച്ചതിന് ശേഷം ഞാൻ ആമിയെ വിളിച്ചുണർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അതിനിടയ്ക്ക് എനിക്കൊരു ചായയും കുടിക്കണം. കാരണം കാലത്തെ ഒരു ചായ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒന്ന് കളഞ്ഞ പോലെയാണ്. അപ്പോൾ കാലത്തെ ഞാൻ എൻ്റെ പരിപാടിയെല്ലാം തീർത്ത് പെട്ടെന്ന് റെഡി ആവട്ടെ. ഇന്ന് നേരത്തെ വരണം. കാരണം നേരത്തെ വന്നാൽ എനിക്ക് നേരത്തെ തിരിച്ചു വരാമല്ലോ. അപ്പോൾ എല്ലാ ജോലിയും പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് പോട്ടെ. അപ്പോൾ പിന്നെ കാണാം. ബൈ.